പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം ഒരേ ഒരു അവസരമാണ് നൽകിയിട്ടുള്ളത്. ആ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമാണ് നാം ജീവിക്കേണ്ടത്. അല്ല എങ്കിൽ നാം കഠിനമായി ശിക്ഷയ്ക്ക് വിധേയരാകുകയും ചെയ്യും. തിരുവചനം പറയുന്നു, യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ൽ തിരുവചനം പറയുന്നു, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരിക ഇല്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അവസാനത്തെ ചില്ലിക്കാശ്, അതായത് ആത്മാവിൻ്റെ കടങ്ങൾക്ക് പൊറുതി കിട്ടാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന യേശുനാഥൻ അതിനു മുൻപായി ശിഷ്യന്മാരോട് പറഞ്ഞ തിരുവചനമാണ് നാം ഇപ്പോൾ കേട്ടത്. യേശു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം അസ്വസ്ഥമായി. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഉള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടിയെടുക്കേണ്ടത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ടാണ്. സമ്പത്ത് കൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാകേണ്ടത്. സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും ദൈവഹിതപ്രകാരമുള്ള ജീവിതവും പ്രാർത്ഥനകളുമെല്ലാം വഴിയാണ് നാം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കേണ്ടത്. മരണാനന്തര ജീവിതത്തെപ്പറ്റി നമ്മിൽ പലർക്കും സംശയമാണ്. ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലാണ് നാം വിശ്വാസം അർപ്പിക്കേണ്ടത്. യേശു പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവപിതാവിനോടൊത്ത് സ്വർഗത്തിൽ നാം വസിക്കേണ്ടവരാണ്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.